കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. ഫസീലയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അബ്ദുൽ സനൂഫിനെ കാണാനില്ല. യുവാവിന്റെ കാർ പോലീസ് പാലക്കാട്ട് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അബ്ദുൽ സനൂഫിനെതിരെ ഫസീല നേരത്തെ ഒറ്റപ്പാലത്ത് പീഡനക്കേസ് നൽകിയിരുന്നു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, ഇപ്പോഴും അതിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. അതിന്റെ ചുരുളഴിക്കാൻ പോലീസിന് കഴിയുന്നുണ്ടോ? അന്വേഷണം ഏത് ഘട്ടത്തിൽ? റിജിത്ത്, ഇന്നലെയാണ് ഈ ഫസീലയെ എരഞ്ഞിപ്പാലത്തുള്ള ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ലോഡ്ജിലെ ഉടമകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസീല ഒറ്റയ്ക്കല്ല ലോഡ്ജിലെത്തിയത്, ഫസീലയ്ക്കൊപ്പം മറ്റൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത്. തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ സനൂഫ് എന്നുള്ളതാണ് ഈ യുവാവിൻ്റെ പേര്. ഈ യുവാവിനെ ഈ സംഭവത്തിന് കുറച്ച് മുൻപ് മുതൽ കാണാനില്ല. അതായത് മെനഞ്ഞാന്ന് രാത്രി 12 മണിയോടുകൂടി ATM നിന്ന് പണം എടുക്കാനെന്ന പേരിൽ ഈ സനൂഫ് ഹോട്ടലിൽ നിന്ന് കടന്നു കളയുകയായിരുന്നു. പിന്നീട് സനൂഫിനെ ഇതുവരെയും ആരും കണ്ടിട്ടില്ല. ഇന്നലെ രാത്രിയാണ് പാലക്കാട് വെച്ച് ഈ സനൂഫ് അന്ന് ഉപയോഗിച്ചിരുന്ന കാറ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ നമ്പർ ട്രേസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ നമ്പർ പരിശോധിച്ചപ്പോഴാണ് ഈ കാർ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ കാറിൽ ഓയിൽ തീർന്നതിനെ തുടർന്ന് അല്ലെങ്കിൽ പെട്രോൾ തീർന്നതിനെ തുടർന്ന് കാർ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സനൂഫ് ലോഡ്ജിൽ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറും മേൽവിലാസവും വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഫസീലയും സനൂഫും നേരത്തെ പരിചയമുള്ള ആളുകളാണ്. ആദ്യഘട്ടത്തിൽ ഈ ഫസീല സനൂഫിനെതിരെ പീഡന പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫസീല രണ്ടാമത് വിവാഹം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഇവരും തമ്മിൽ അടുക്കുകയും പിന്നീട് കഴിഞ്ഞ ദിവസം ഈ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ എത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ മരിച്ചു കിടക്കുന്നത് കട്ടിലിലാണ്. ബലപ്രയോഗം നടന്നതായോ ശരീരത്തിൽ മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ കണ്ടെത്തിയതായിട്ടും പോലീസ് പറയുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അടിമുടി ദുരൂഹത നിലനിൽക്കുകയാണ്. ഈ കേസിൽ ഈ ഫസീലയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ഈ യുവാവിനെ ഉടൻ കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ശരി, ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.